ഹായ് ഹലോ വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ നാളത്തെ ആഗ്രഹം എന്ന് പറയുമല്ലോ, നമ്മൾ ഗോവയ്ക്ക് പോവാണ്. അപ്പോൾ ഞാൻ മത്തായി ശ്രീകുട്ടനെ ശ്രീതേടൻ നമ്മൾ 4 പേരാണ് പോകുന്ന വണ്ടി നിങ്ങൾക്ക് കാണണം. നമ്മൾ 800 കൊണ്ടാണ് പോണേ. മത്താട് 800ആണ്. അപ്പോൾ മത്തായിക്ക് ഇത് ഇവിടെ ഇപ്പം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ പെരുമ്പാവൂരായി. ഇപ്പോൾ സമയം 2:15 അടുത്തായി. അപ്പോൾ നമ്മൾ ഇതേ പെരുമ്പാവൂരെത്തി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്നാണ്. എന്തായാലും നമ്മൾ ഇപ്പം അധികം കാര്യങ്ങളൊന്നും കാണിക്കുന്നത്, നമ്മൾ നേരെ പോവുകയാണ്. ഒന്ന് ഇടയ്ക്ക് ഇറങ്ങുവാണെങ്കിൽ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടും. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തായാലും ഇതൊരു 3-4 ദിവസം ഉണ്ടാവും, ഒരു 1-2 പാർട്ടായിട്ടുണ്ടാവും. നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഗോവയിൽ RF ഇന്ത്യ നടക്കുന്നുണ്ട്. റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഇന്ത്യയിൽ നടക്കുന്നത് ഗോവയിൽ വെച്ചാണ്. നമ്മൾ അത് കാണാനാണ് മെയിനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ അത്യാവശ്യം ഗോവയൊക്കെ കറങ്ങാൻ വേണ്ടിയുള്ള പ്ലാനുമാണ്. ഒരു 3-4 ദിവസത്തെ പ്ലാൻ. അപ്പോൾ പെട്ടെന്ന് എടുത്ത പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഗോവയിൽ ഇപ്പോൾ ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എങ്ങനെ പോകണമെന്നുള്ളത് കാണണമെങ്കിൽ നമ്മുടെ വീഡിയോ മസ്റ്റായിട്ട് കാണുക. അന്നേരം ഇതിൻ്റെ ബാക്കി കാണണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തുടർന്നുള്ള വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് കിടക്കണ KSRTCക്കാരൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. പെട്രോൾ പമ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ച ഡീസൽ തീർന്നു. ഇപ്പോൾ ഇതേ കിടക്കണ കണ്ടില്ലേ, എന്താ അവസ്ഥ. നിർത്തിക്കോ. 700 700 പതുക്കെ ഒന്നുകൂടെ മതി. കറക്റ്റ്. കയറി നിർത്തിയോ. 25 ലിറ്റർ 26 ലിറ്ററിന് എടുത്തു. ആം റിച്ച്. അടച്ചല്ലോ അല്ലേ. നമ്മൾ വീണ്ടും പോവാണ്. അവർ രണ്ടുപേര് അപ്പുറത്തേക്ക് ടോയ്ലറ്റിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി പോയി. അയ്യോ. അപ്പൊ തന്നെ എടുത്ത് പോകുന്നു. അതൊരു ബാറ്റിൽ 20 തൊക്കയോ സാധനത്തിന്. തൊക്കയോ അതിൻ്റെ വില. ഊട്ടിക്ക് 10 കിലോമീറ്റർ അല്ലേ ഇവിടുന്ന്. മൈസൂർ അങ്ങോട്ട് 42 കിലോമീറ്റർ. ടൈഗർ റിസർവ് കേട്ടോ. എന്ത് മലയാ ഇവിടെ. ആന റൈറ്റ് സൈഡിൽ ആനയുണ്ട്. റൈറ്റ് സൈഡിൽ ആന ഇരിക്കുന്നതാ. ആനപ്പാപ്പാനും കൂടെ ഉണ്ട്.
പുള്ളിമാനൊക്കെ ഉണ്ടെന്ന് ഇഷ്ടം കുറെ കൂട്ടുന്നുണ്ട് കുറെ കിടക്കുക എല്ലാം കിടക്കുക പിന്നെ എങ്ങനെ നമ്മൾ കാണുന്നേ ആനത്തളയുണ്ട് അതുകൊണ്ട് കുറെ ആനയുണ്ടോ പോട്ടെ ആന ഇവിടെ ഒരു മയിലുണ്ടായിരുന്നു ആ മയിലിന് ഇഷ്ടം പോലെ ആന ഉണ്ട് കേട്ടോ സംഭവം മനസ്സിലാവുന്നില്ല അങ്ങനെ കിട്ടെ കമ്പല്ല പൊങ്ങി നിക്കുന്ന മാന്റെ കൊമ്പ കണ്ടോ ഉണക്കക്കമ്പ് നിക്കുന്ന പോലെ നിക്കുന്ന എല്ലാം മാന്റെ കൊമ്പ അതിന്റെ ഇത് നോക്കിയോ കൊമ്പ് നോക്കി വരുന്നുണ്ടല്ലോ എക്സൈസ് വണ്ടി മറ്റേ വണ്ടി വല്ലതും വരുന്നുണ്ടോ നീ മാന്റെ കൊമ്പ് നോക്കി അതിൽ ഓടി അതാട്ടോ ആളെ പിടിക്കണ്ട അതല്ലേ ആ പുള്ളി നടന്നു ആ പുള്ളി ആനയുടെ മുമ്പിൽ കൂടെ നടന്നു പോകുന്നു പുള്ളി ആന ഇപ്പഴാ കണ്ടത് ആന ഇപ്പഴാ കണ്ടത് പുള്ളി തിരിച്ചു ഓടി കേട്ടോ വടിയെടുത്ത് ഓടിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ പട്ടി വളർന്ന പോലെയാണല്ലോ ഇവിടെ ആന കാണുമ്പോ ഇത് വടി മസനോട് ഊട്ടി അവിടെ ആയിരുന്നു വഴി കുടുംബമായിട്ടുള്ള ഒരു ആനയെ കണ്ടില്ല ഇറങ്ങിയ മുണ്ടും കുത്തി നടന്നു ആന പുറകെ തുടരണം ആനയുടെയോ ഇനി എന്നപ്പോ മസനഗുടി വഴി ഊട്ടിക്ക് പോവാ അടാ വഴി മാറി പോടാ അതിലേ ഒരു രക്ഷയില്ല ആനയും മാനയും മയിലിനെയും മാത്രമേ കാണുന്നുള്ളൂ വേറെ ഒന്നും കണ്ടില്ല എന്തിനാ അടുത്ത് കിടക്കുന്നു ഇതെല്ലാം കിടക്കുന്നു തീറ്റ കൊടുക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് തീറ്റ കൊടുക്കാൻ നമുക്ക് കുറേ വീഡിയോ എടുക്കാം ഓ ഗായ്സ് മാൻകുട്ടികളെ വരുന്നില്ലല്ലോടാ എന്തിനെങ്കിലും കാണുവാണെങ്കിൽ നീ കാണിക്കാം പക്ഷെ ആംബിയൻസ് ഒരു രക്ഷയില്ലല്ലേ നല്ല രസമുണ്ട് ഒന്നും പറയാനില്ല അടിപൊളി എന്ത് തേക്കാ വേണ്ട മാന ഇഷ്ടം മാന്റെ ഒരു കൂട്ടം മാന ഒരു രക്ഷയില്ല അടിപൊളി ഗായ്സ് പിന്നെയും മാന് ഇവിടെ മാ മാത്രമേ വലിയൊരു വലിയ കൊമ്പള വലിയ കൊമ്പളത്തെ റോഡ് ക്രോസ് ചെയ്യുന്നു ഞാൻ എടുത്തരാം ഫോട്ടോ എടുക്കാൻ സെറ്റ് അതല്ല ഈ കൊമ്പുള്ളതിന്റെ ഫോട്ടോ എടുക്കാം അവരും പോവാം ഇങ്ങോട്ട് പോസ് ചെയ്തു നമുക്ക് കടുവയെ കാണാം ടൈഗർ റിസർവ് കേറിട അവനകത്ത് എന്തോ ഉണ്ടെന്ന് കണ്ടു ഇവിടെ അവൻ സൂം ചെയ്യണം ആ വണ്ടി ഒരു പൈസ കൊടുക്കണോ ഇവിടെ എന്തോ കൊടുക്കണോ ഇവിടെ പൈസ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് പാസ് എന്തോ ഉണ്ട് കേട്ടോ അല്ലല്ല പൈസ മേടിക്കുന്നു പൈസ മേടിക്കുന്നു എത്രയായിരുന്നു
ആരാ പൈസ കൊടുത്തേ? 20 ശ്രീജിത്ത്. ഞാൻ ശ്രീജിത്തിന് വേറെ എന്തെങ്കിലും എൻ്റെ ശ്രീജിത്ത് വീട്ടിൽ മതി കേട്ടോ. അല്ലെങ്കിൽ 2 നീ ശ്രീകുട്ടനാ? ഓക്കെ. നമ്മളോർക്ക് പറഞ്ഞാൽ മറ്റേ യുക്കയുടെ പരിപാടിക്ക് പോയിട്ട് ശ്രീജിത്തിനെ കാണുന്നില്ല. എൻ്റെ പേര് തപ്പി 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 ലാസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ചാടി ഇറങ്ങി വിളിക്കോടാ. പുറകിൽ ഇപ്പത്തെ സൈഡ് നോക്കണം. തള്ളയാനല്ല ഇറങ്ങിയിരുന്നു. റിവേഴ്സ് നോക്കണം, നല്ല രീതിയിൽ കൊടുക്കാൻ. നീ കാണൂടാ. നമ്മൾ കാട്ടുപോത്തിനെ കൊമ്പൊക്കെ മൊത്തം കാട്ടുപോത്തുണ്ട്. കാട് കറന്ന് കാണുന്നുണ്ടോ? കറുത്ത് നിലവിൽ കർണാടകയിലാട്ടോ ഞങ്ങള്. സൂര്യാന്തിയാ, സൂര്യാന്തി നല്ല മണമുണ്ട്. എവിടെ ഫുള്ള് നോക്കിക്കോട്ടെ. ഫുള്ള് സൂര്യാന്തി കേട്ടോ. എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നിലവിൽ ഗുണ്ടൽപേട്ടല്ലേ, ഗുണ്ടൽപേട്ടിലെത്തി. ഗുണ്ടൽപേട്ട് ഞങ്ങളിവിടെ മറ്റേ തന്നെ സൂര്യാന്തി അല്ലേ, സൂര്യകാന്തി തുടങ്ങിയതാണ്. ഇത് കുഞ്ഞിത്തോട്ടം. ഞങ്ങളുടെ ഇഷ്ടം പോലെ അവരുണ്ട്. കർണാടക ഇങ്ങനെയല്ല കേട്ടോ. അതാ ഞാൻ കർണാടകയെ കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചത്. ഭയങ്കര വ്യത്യാസം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കർണാടക, ഫസ്റ്റ് ടൈമല്ല. പക്ഷേ ഇങ്ങനെ കുറേ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഫാമിലിയായിട്ട് ട്രിപ്പ് വന്നിട്ടുണ്ട്. രണ്ട് വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും വലിയ ഓർമ്മയൊന്നുമില്ല. അന്ന് ഓർമ്മയില്ലല്ലോ. നമുക്ക് പോവാം. ഞാൻ പ്രദേശ കർണാടക ഇങ്ങനെയല്ല. കർണാടക എങ്ങനെയാണ്? ഫുഡ് കഴിക്കാം. നല്ല പൊറോട്ട അല്ലേ? ഇവിടുത്തെ പൊറോട്ട മറ്റേ തമിഴ്നാട്ടിൽ അമ്മാവല്ല, ഉള്ളിക്കറി. മുടിയൊക്കെ ഇത് കണക്കാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടി മൈസൂർ റോഡിലാണ്. അപ്പോൾ ഇവിടെ ഗുണ്ടൽപേട്ട് നമ്മുടെ ചാലക്കുടിക്കാരൻ്റെ കടയുണ്ട്. ഒരു ഫുഡ് ഫോർട്ടാണ്. നല്ല അടിപൊളി ഫുഡ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടക വരുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷേ ഫുഡ് നൈസ് ഫുഡ് കേട്ടോ.
അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിലെ വരുവാണെങ്കിൽ കയറി കേട്ടോ. ഇതാണ് കട, ഇതാണ് ചേട്ടൻ. എന്തായാലും കയറി കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നത് പൂരി, പൊറോട്ട, പിന്നെ മസാല ദോശ, അങ്ങനെ കുറേ സംഭവങ്ങളാണ്. നമ്മൾ പൊറോട്ട കഴിച്ചു. പൊറോട്ട സാമ്പാറൊക്കെ നമ്മുടെ കറക്റ്റ് എന്താണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറല്ലേ, സെയിം സെറ്റപ്പ്. ഞാൻ പൊറോട്ട സാമ്പാറാണ് കഴിച്ചത്. ഒക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫുഡാണെങ്കിൽ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് വരുമ്പോൾ നല്ല പേടിയുള്ള ആളാണ്. ഫുഡ് നല്ലതാണോ, വൃത്തി ഉണ്ടാവുമോ, അങ്ങനെ ഒരുപാട് പേടിയുള്ള ആളാണ് ഞാൻ. പുറത്ത് വരുമ്പോൾ കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ തമിഴ്നാട് എല്ലാവരും അങ്ങനെയാണ് നല്ല കേട്ടോ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു പേടിയുള്ള ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ ആയിരിക്കും മെജോറിറ്റി ആൾക്കാരും. അപ്പം നമ്മുടെ മലയാളികളുടെ ഒരു കടയെന്ന് പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നമുക്ക് പേടിക്കാതെ കയറാം. അങ്ങനെ കയറിയാണ്. ഫുഡ് നല്ല അടിപൊളി ഫുഡ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഫുഡ് ബ്ലോഗറോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേങ്കിൽ നമുക്കിഷ്ടപ്പെടും. ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും ഇതിലെ പോവുകയാണെങ്കിൽ, ഊട്ടി മൈസൂർ റോഡിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഗുണ്ടൽപേട്ടിൽ നമ്മൾ ഊട്ടിയിൽ നിന്ന് മൈസൂർ റോഡ് വരുമ്പോഴത്തേക്ക് ഗുണ്ടൽപേട്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ചാലക്കുടിക്കാരൻ്റെ കട അടിപൊളി കേട്ടോ. അപ്പോൾ വരുവാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കയറിക്കും. പോകുന്ന കഴിക്കുന്നതിൻ്റെ കാണാം. എടുത്തുള്ളതിന് വേണ്ടി. അപ്പോൾ ഇതിന് ഫാസ്റ്റായില്ല. അപ്പോൾ ഫാസ്റ്റാഗ് ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇതാ ടോളാണ്. അപ്പോൾ ഫാസ്റ്റാഗ് എടുക്കും. കേരളവണ്ടി ഗൈസ്. നമുക്കേ ഈ അന്യ സംസ്ഥാനമൊക്കെ കേരളവണ്ടി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. ഇത് വേറെ വണ്ടി കയ്യിൽ പോകണം. കേരളവണ്ടി ഒരുപാടുണ്ട് കേട്ടോ. KL04 Z 1738 1738. JW QPS 29 F. $400 കിലോ പോകാൻ പറ്റുക. എങ്ങനെയാണോ ഓർമ്മ എടുക്കുമ്പോഴേ പറക്കിലാവും. $400 കേട്ടോ കിലോ. എടാ ഇതന്നെ സാധനം സപ്പോർട്ടാണോ ഇത്? ആ ഓടിട്ടോ. ഗൂഗിൾ പേ എവിടെ പോണേ? എവിടെ വേണേലും കയറിക്കോ.
ലോറി 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 എത്ര ഇടിപ്പിച്ച നമ്മള് 150 അതുകൊണ്ട് മലയാളികളോ എവിടെ ചെന്നാലും മലയാളികളാണല്ലോ. മൊത്തം എത്ര 650 ഇപ്പൊ റീചാർജ് ചെയ്തില്ലേ? ഞങ്ങൾ രക്ഷപ്പെട്ടു ഗായ്സ്. അപ്പം ഡബിൾ കൊടുത്തില്ല. ഫാസ്റ്റാഗ് അവിടുന്ന് എടുത്തു പോയിട്ട് നമുക്ക് പിന്നെ എവിടെയെങ്കിലും റംബൂട്ടാൻ ഇല്ലല്ലോ. ഇവിടെ റംബൂട്ടാനൊക്കെ ഒട്ടുക്കത്തെ റേറ്റ് കിലോയ്ക്ക് 400 രൂപ. ഞങ്ങൾ ചുമ്മാ പേരക്ക കഴിച്ചു. 200 രൂപയ്ക്കാണ് മേടിക്കുന്നത് പറയാൻ പറ്റില്ല. പുള്ളിയുടെ അരക്കിലാണ് പുള്ളിയാണോ 200 രൂപയ്ക്ക് തരാത്തോണ്ട് അരക്കിലോ എടുത്ത് തരും. നമ്മുടെ ഈ സൈഡിലെ ഡ്രൈവർ സൈഡിലെ ഗ്ലാസ് താഴോട്ട് പോയിരിക്കുകയാണ് ഗൈസ്. പൊങ്ങി വരുന്നില്ല. അതല്ല ഗ്ലാസ് പൊക്കി വരുന്നില്ല, വെറുതെ കിടന്ന് കറങ്ങുന്നേ ഉള്ളൂ. അപ്പം എവിടെയെങ്കിലും നിർത്തി അത് റെഡിയാക്കണം. ആ റെഡിയാക്കിയിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരുന്നതാണ്. ഇതൊക്കെ എമ്മിടി കാണണം. കേരളത്തിന് എമ്മിടി കൈയൊക്കെ കാണിക്കുമോ? മൈസൂർ എയർപോർട്ട് ഗൈസ്. എയർപോർട്ടില്ല, കാണാണല്ലോ മൊത്തം. അല്ല കേട്ടോ, എയർപോർട്ട് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എവിടെയെങ്കിലും നിർത്തി അതൊന്ന് റെഡിയാക്കണം. അപ്പം നിർത്തി കഴിയുമ്പോൾ റെഡിയാക്കണം. മൈസൂർ അതാണോ മൈസൂർ പാലസ്? എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇവിടെ. പാർക്കല്ലേ? പാർക്ക് അത് ഇത് ഇതാണ് പാലസ്. അതിൻ്റെ വണ്ടി ഫ്രണ്ട് മറ്റേ കുതിരകളെ കണ്ടില്ലായിരുന്നു. ഇതാന്ന് തോന്നുന്നു. ഈ ലെഫ്റ്റ് കാണുന്നതായിരിക്കും. ലെഫ്റ്റ് കാണുന്നത് അതാന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. ഇതൊക്കെയാ പോരുതാര് നോക്കി. പോരുതാനും ഒരു പ്രശ്നമില്ല. നോക്കി നമ്മുടെ നാട്ടിലാണ്. கரை வந்த பிறகே பிடிக்குது கடலை, நரை வந்த பிறகே புரியுது உலகை. நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே. இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே. வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன். தீரா உள்ளுற்றை தீண்டவே இன்றே
எதுமில்லாமலே இயல்பாய் சுடர் போல் தெளிவாய் நானே இல்லாத ஆழத்தில் நான் வாழ்கிறேன் கண்ணாடியாய் பிறந்தேன் காண்கின்ற எல்லாம் நான் ஆகிறேன் இரு காலின் இடையிலே உரசும் பூனையாய் வாழ்க்கை போதுமடடா எதிர்காணும் யாவுமே தீண்ட தூண்டும் அழகா நானே நானாயிருப்பேன் நாளில் பூராய் வசிப்பேன் போலே வாழ்ந்தே சலிக்கும் வாழ்வை மறுக்கிறேன் வாகாய் வாகாய் வாழ்கிறேன் பாகாய் பாகாய் ஆகினேன் கரை வந்த பிறகே സമാധാനമുണ്ട്. ഗൂഗിൾ പേ ഇല്ല റെക്കോർഡിംഗ് 3 കൂടെ അല്ലേ കൊടുത്തേ? പിന്നെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അവരെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ് പുറകോട്ട് ഇറങ്ങിയതുണ്ടായിരുന്നോ? ഒരു പുറകോട്ട് ഇറങ്ങിയായിരുന്നു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ. എന്താ കേസ് ഇതൊക്കെ? എന്ത് കോഴ്സ് എവിടെ ഇരിക്കും? ഇത് മറ്റേ സാധനമാണോ? ഇവിടുത്തെ വാർഡ് മെമ്പർ പിടിപ്പിച്ചേക്കുന്ന സാധനമാ. ആ പെണ്ണാടെ ചെറി പറയായിരിക്കും. பிடிக்குது கடலை நரை வந்த பிறகே புரியுது உலகை நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே தானே தானே தானினே 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 தானே ടോയ്ലറ്റ് നമ്മളെ കഴിക്കാൻ ഇപ്പോഴാണ് കയറുന്നത്. സമയം എത്ര കൊടുക്കും? 4 മണി. ഇവിടെ ഒരു ദാബയിൽ കയറിക്കാം. എന്താ സാധനം ഓർഡർ ചെയ്തേ? ആ ബട്ടർ നാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കണേ. പനീർ ബട്ടർ മസാല ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ്. ബട്ടർ മസാല വീഡിയോ കഴിച്ചിട്ട് ബാക്കി ഇതിനകത്താണോ ചോദിക്കുന്നത്? ഞാൻ ഇതിനകത്ത് നമ്മള് 360 ഇനി ഗോവയ്ക്ക് എത്രയാണ്? 460. ചിത്രദുർഗ നമ്മള് ചിത്രദുർഗയിലാണ്. ദൂരമുണ്ട് ഇപ്പൊ തന്നെ ഉള്ള സ്ഥലമാണോടെ. നല്ല കിലോമീറ്റർ ഭയങ്കര ദൂരം. ചോദിച്ചോടെ എങ്ങനെയുണ്ടോ? വെജാണ് കേട്ടോ. എഗ് ഫ്രൈഡ് റൈസ്
മത്തായി വായിട്ടിട്ട് ചൂട്. അപ്പോൾ ഇനി നമുക്ക് കുറേ 400 കിലോമീറ്ററിന് അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേയിലാണ്. ചെറുതായിട്ട് മഴ തോന്നാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഗ്ലാസിൻ്റെ വൈൻഡിൽ തന്നെ ഗ്ലാസ് ഊരി കൊടുക്കുക. അപ്പോൾ അതൊന്ന് റെഡിയാക്കുവാണ്. റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ പോകും. നമുക്കൊന്നും വേറെ ഒന്നുമില്ല, നേരത്തെ ഇറങ്ങി ഫുഡ് കഴിച്ചു പോവാണ്. വഴിയിൽ വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആകെ കാട്ടി വെച്ചുള്ള മൃഗങ്ങളെ കണ്ടതിന് ശേഷവും പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണിക്കാം. എന്തായാലും നമ്മൾ എത്തുമ്പോൾ ലേറ്റ് ആവും. ഒരു 1 മണി 2 മണി നൈറ്റ് ആവും. അവിടെ റൂം എടുത്ത് കിടന്നിട്ട് പിറ്റേന്നും കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇന്നാണ് RFC ട്രാക്ക് സ്റ്റാർട്ട് ചെയ്തത്. നാളെ തൊട്ട് ട്രാക്കുണ്ട്. 2 ഒരു സ്ഥലത്ത് വെച്ചാൽ ബാക്കി അവസാന ദിവസം വരെ വേറൊരു സ്ഥലത്ത് വെച്ച് നടത്തണേ. അപ്പം നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകും. ഞങ്ങളൊരു 3-4 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ എന്തായാലും വഴിയെ നമുക്ക് കാണാം കേട്ടോ. എന്തായാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. എന്തായാലും ഇതൊരു 4-5 എപ്പിസോഡൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സൗണ്ട് ആയിരിക്കും അല്ലേ? നമ്മുടെ വണ്ടി പോകണുണ്ടോ? നല്ല സ്പീഡാണ്. ഇപ്പം എന്തായാലും പോകുന്ന വഴിക്കാണ് കേട്ടോ. കേട്ടോ റോഡേ മതി.